ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാക്ഷൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആണ്. മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ അതുപോലെ തന്നെ കൊറിയൻ മാർക്കറ്റൊക്കെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച രീതിയിലുള്ള റാലി തന്നെയാണ് കണ്ടത്. ഇന്ന് എൻവിഡിയയുടെ റിസൾട്ട് വരുന്നുണ്ട്. എൻവിഡിയയുടെ റിസൾട്ടും അതിനുശേഷമുള്ള ഗൈഡൻസ് ആണ് ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റ് എന്നുള്ളത്. മൈക്രോസോഫ്റ്റ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റെക്കോർഡ് ഹീറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് അടുത്ത ദിവസങ്ങളിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള അനൗൺസ്മെൻറ്റുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുവേ ഇന്നലെ ഒരു കാം സിറ്റുവേഷനാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ബെറ്റർ ആയിരുന്നു ഇന്നലെ. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ, ഇന്ത്യ അടക്കമുള്ള മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിരുന്നു. ജപ്പാൻ ഇന്നലെയും ബെറ്റർ തന്നെയായിരുന്നു. ഇനി നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $3,308 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലാണ്. അതേസമയം ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് $348 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ ഇന്ത്യയിൽ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ $11,104 കോടി രൂപയ്ക്കുള്ള ഓഹരികളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബയേഴ്സ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നതും പോസിറ്റീവാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ കണ്ടേക്കാം. അതേസമയം ഈ മന്ത് F&O കോൺട്രാക്ട് നാളെ എൻഡ് ചെയ്യാണ്. ജൂൺ മാസത്തേക്കുള്ള റോൾ ഓവർ, അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ സെല്ലിംഗ് റിലേറ്റഡ് വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിൻ്റെ സബ്സിഡിയറി HDB ഫിനാൻഷ്യൽ സർവീസസിൻ്റെ IPOക്ക് സെബി അനുമതി കൊടുത്തേക്കാന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. HDB ഫിനാൻഷ്യൽ സർവീസ് HDFC ബാങ്കിൻ്റെ സബ്സിഡിയറിയാണ്. HDFC ബാങ്ക് 94.6% ഹോൾഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ IPO HDFC ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ITCയിൽ അവരുടെ ഫോറിൻ പ്രൊമോട്ടർ ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനി 2.3% വിക്കാണ്. ടോട്ടൽ അവർക്കുള്ളത് 20.31% തീർച്ചയായിട്ടും ITCനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. ഒരു ടുബാക്കോ കമ്പനി എന്ന ലേബലിൽ നിന്ന് ITC മാറുകയാണ്. തീർച്ചയായിട്ടും ഓവറോൾ ITCയുടെ സ്റ്റോക്ക് പ്രൈസിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനികളെ ഇന്ത്യയുടെ പുതിയ സ്റ്റെൽത്ത് ഫൈറ്റർ, 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പോവാണ്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിലേക്ക് LNT, ടാറ്റ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്, അഡാനി ഡിഫൻസ്, M&M ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള കമ്പനികൾക്കൊക്കെ അവസരം കിട്ടുന്നതാണ് പറയുന്നത്. ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പൊതുവെ ഇത് എല്ലാ ഡിഫൻസ് കമ്പനികൾക്കും അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. അതോടൊപ്പം തന്നെ റിലയൻസ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ബ്ലാക്ക് റോക്ക് ജോയിന്റ് വെഞ്ചറിന് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ അനുമതി സെബി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ ETF കൾച്ചർ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബ്ലാക്ക് റോക്ക് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ETF രാജാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ധാരാളം പുതിയ പ്രൊഡക്റ്റുകൾ അനൗൺസ് ചെയ്തേക്കാം. ഒപ്പം അവർ യൂസ് ചെയ്യാൻ പോകുന്ന അലാഡി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും കൂടിയാണ്. അപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് ഫുൾ ഫ്ലഡ്ജ്ഡ് ഓപ്പറേഷൻ വരാൻ പോവാണ് അടുത്ത വർഷങ്ങളിലും അടുത്ത മാസമൊക്കെ ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച്. ഒപ്പം നമ്മൾ ക്രിട്ടിക്കൽ മിനറൽ ഓപ്ഷൻസ് 5th ട്രാഞ്ച് നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്, ഓയിൽ ഇന്ത്യ, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, ഈ കമ്പനികൾക്കൊക്കെ ധാരാളം ലുക്രേറ്റീവ് ആയിട്ടുള്ള സോണുകൾ മൈനിങ്ങിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഹിന്ദുസ്ഥാൻ സിങ്കിനും ഓയിൽ ഇന്ത്യക്കും പൊട്ടാഷ് ബ്ലോക്കുകളാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ പൊട്ടാഷ് ബ്ലോക്കുകൾ ഓപ്ഷൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ് ഹിന്ദുസ്ഥാൻ സിങ്കിനും ഓയിൽ ഇന്ത്യക്കും. നെയ്വേലി ലിഗ്നൈറ്റിനും പോസിറ്റീവ് ആയിട്ട് ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ 4 കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ആണ്. പ്രൈവറ്റ് കമ്പനി സൺഫ്ലാഗ് അയൺ ആൻഡ് സ്റ്റീലിനും ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ആ
കമ്പനിയെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ആണ്. ഗവൺമെൻറ് 5 കമ്പനികൾക്ക് കൂടി നവരത്ന സ്റ്റാറ്റസ് കൊടുക്കാൻ പോവുകയാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ്, GRSC എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ്, ഗോവ ഷിപ്പ് യാർഡ്. ഈ കമ്പനികൾക്കൊക്കെയാണ് നവരത്ന സ്റ്റാറ്റസ് കൊടുക്കാൻ പോകുന്നത്. ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ഒപ്പം ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളാണ് മെജോറിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി ഈ സ്റ്റോക്ക് പ്രൈസിലൊക്കെ കാണാനായിട്ട് സാധിക്കും. NSEയുടെ അൺലിസ്റ്റഡ് പ്രൈസ് 2350 ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇന്നലത്തെ മാർക്കറ്റ് വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പെർ ഷെയർ 2350-2400 ആണ്. 5.8 ലക്ഷം കോടി രൂപയിലേക്ക് മാർക്കറ്റ് ക്യാപ്പ് ഉയർന്നിരിക്കുകയാണ്. 247.5 കോടിയാണ് ഇവരുടെ ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്ന. 1 രൂപയാണ് ഫേസ് വാല്യൂ. BSEയുടെ PE റേഷ്യോ കമ്പോണസ് 65 ആയിരുന്നു. ആ ലെവലിലേക്ക് BSE എക്സ് ബോണസും കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും NSEക്ക് നമ്മൾ ആ PE റേഷ്യോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3000, 3200, 3400 ലെവലിലൊക്കെ NSE ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. ഒപ്പം NSEക്ക് ഒരു സുപ്രീമസി ഉണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് വാല്യുവേഷനും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ NSDLന്റെ സ്റ്റോക്ക് പ്രൈസും അൺലിസ്റ്റഡ് സെഗ്മെന്റിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. 1250 വരെ എത്തിയിരുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. NSDLന്റെ IPO അടുത്ത ദിവസങ്ങളിൽ വന്നേക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. ഒപ്പം ട്രംപിന്റെ അനൗൺസ്മെന്റുകൾ, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതൊക്കെ തന്നെയാണ് ചെറിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലാത്ത പക്ഷം ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ ഈ വർഷം 1 ലക്ഷം കോടി രൂപ വരികയാണ് ഇൻകം ടാക്സ് എക്സംഷൻ ലിമിറ്റിൽ കൂടെ. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റും കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീണ്ടും ധാരാളം എമൗണ്ടുകൾ ജനങ്ങളുടെ കയ്യിൽ വരികയാണ്. അതിൽ ഒരു പോർഷൻ മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. അതോടൊപ്പം തന്നെ നമ്മളൊരു കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. ട്രംപിന്റെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊന്നും തന്നെ കാര്യമായിട്ട് നമ്മളെ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രോമിസിങ് ഡേയ്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത മാസത്തിലും അതുപോലെ തന്നെ മുന്നോട്ടുള്ള മാസങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് സെന്റിമെന്റോടുകൂടി ഇരിക്കുക. മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. നല്ല Q4 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് പോസിറ്റീവ് അനൗൺസ്മെന്റുകൾ വരുന്ന കമ്പനികൾ, ഈ ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ അതാത് സമയത്ത് വാല്യുവേഷനും അതുപോലെ തന്നെ തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ നോക്കി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിന്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമന്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.